ഹലോ, നമുക്കിന്നൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. 1 കിലോ ചിക്കന് 4 വലിയ സവോള, പച്ചമുളക്, 2 വലിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. ഇത് നമുക്ക് ആദ്യം അരിഞ്ഞ് സെറ്റ് ചെയ്യാം. ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യേണ്ട പൊടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 4 or 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടിയേക്കാളും കൂടുതലായിരിക്കണം മല്ലിപ്പൊടി, എന്നാലേ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. ഇത് സ്റ്റൗ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇത് ഒരുപാട് നേരമൊന്നും മൂപ്പിക്കണ്ട. പച്ചമണം മാറി ഒരു ലൈറ്റ് കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ചിക്കനിലോട്ട് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റോളം സെറ്റായിരിക്കുന്നത് നല്ലതാണ്. അപ്പം പൊടികളെല്ലാം കൂടെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. ഇനി നമുക്ക് എണ്ണ ചൂടായി പെരുംജീരകം പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി വരുമ്പോഴത്തേക്കും തേങ്ങാക്കൊത്തൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതൊന്ന് മൂത്ത് വരണം. തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൂടെ ആഡ് ചെയ്യാം. ആവശ്യത്തിന് വേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. സവോള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. സവോള ഒരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. അതൊന്ന് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കണം. സവോളയും തക്കാളിയും ചിക്കനിലെല്ലായിടത്തും പറ്റണം. ഇത് അതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, അപ്പോൾ ഒരു സ്വല്പം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചിക്കൻ്റെ മണം കേട്ടിട്ട് ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്. അതൊരു ഹാഫ് വെന്ത് വരുമ്പോഴത്തേക്കും കുരുമുളക് പൊടി, മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കാം. ഒരുപാടിട്ട് ഇളക്കരുത്, ചിക്കൻ പൊടിഞ്ഞു പോവും. ലാസ്റ്റ് ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം, ഒരു ഫ്ലേവറിനാണ് കേട്ടോ. ആൻഡ് ഫൈനലി കറി ഈസ് റെഡി.